കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത് സെൻറ്റൻസ് ഫോർമേഷനെ കുറിച്ചിട്ടാണ്. സെൻറ്റൻസ് ഫോർമേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ പഠിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ എന്താണ് സബ്ജക്റ്റ്, എന്താണ് വെർബ്, അതുപോലെ കോൺജുഗേഷൻ എന്താണ്, ഈ സബ്ജക്റ്റിൻ്റെ പൊസിഷൻ എവിടെ വരണം, വെർബിൻ്റെ പൊസിഷൻ എവിടെ വരണം, ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് അതിന് സെർട്ടൈൻ ഒരു ടൈം സ്പെൻഡ് ചെയ്യാതെ സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോൺജുഗേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ആയിരുന്നു കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെൻറ്റൻസ് ഫർദർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് സബ്ജക്റ്റിലും വെർബിലും ഒതുങ്ങാതെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, കാരണം A1 ലെവലിൽ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് ഫർദർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പൊസസീവ് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്. പൊസസീവ് ആർട്ടിക്കിൾ. ഓക്കെ, എന്താണ് പൊസസീവ് ആർട്ടിക്കിൾ, അതുപോലെ എന്തുകൊണ്ടാണ് ഈ പൊസസീവ് ആർട്ടിക്കിൾ ഇത്ര ഇമ്പോർട്ടൻ്റ് എന്നുള്ളതൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൊസസീവ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. പൊസസീവ്, എന്തോ പൊസഷൻ ചെയ്യുക അല്ലെങ്കിൽ എന്തോ ഓൺ ചെയ്യുക എന്നുള്ള അർത്ഥം. അപ്പോൾ അത്തരത്തിൽ വരുന്ന ആർട്ടിക്കിൾസ് നമ്മളുടെ ജർമ്മനിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടേതാണെന്ന് കാണിക്കാൻ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഇപ്പോൾ ഒരു കാറ് കാണുന്ന സമയത്ത് അവൻ്റെ കാറ്, ആ അവൻ്റെ എന്ന് പറയുന്ന വാക്കാണ് അവിടുത്തെ പൊസസീവ് ആർട്ടിക്കിൾ ആയിട്ട് വരുന്നത്. അതായത് കാർ എന്ന് പറയുന്ന ഒരു വസ്തു അതൊരു പർട്ടിക്കുലർ വ്യക്തിയുടേതാണെന്ന് കാണിക്കുന്ന ആർട്ടിക്കിളാണ് എന്ത്, അവൻ്റെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അവളുടെ വീടാണ്. സോ ആ വീട് എന്ന് പറയുന്ന സമയത്ത് അത് ആരുടേതാണെന്ന് കാണിക്കാൻ യൂസ് ചെയ്യുന്ന വാക്കാണ് അവളുടെ എന്ന് പറയുന്നത്. സെയിം പോലെ ഇംഗ്ലീഷിൽ നമ്മൾ അത് യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഹെർ ബുക്ക്, അത് അവളുടെ ബുക്കാണ്. അപ്പോൾ ഹെർ എന്നുള്ള വാക്കാണ് അവിടെ എന്ത് ചെയ്തത്, ബുക്ക് എന്ന് പറയുന്ന വസ്തു ഒരു പർട്ടിക്കുലർ വ്യക്തിയുടേതാണെന്ന് സൂചിപ്പിച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള ആർട്ടിക്കിളുകൾക്കാണ് നമ്മൾ പൊസസീവ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എൻ്റെ, മൈ എന്ന് പറയുന്ന വാക്ക്, നിൻ്റെ, യുവർ എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ ഈ ഒരു ടേബിളിനാണ് അല്ലെങ്കിൽ ഈ ഒരു കളക്ഷൻ ഓഫ് വേർഡ്സ് ആണ് പൊസസീവ് ആർട്ടിക്കിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ജർമ്മനിൽ ഇത്തരത്തിലുള്ള പൊസസീവ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ മുൻപ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. കാരണം നിങ്ങളൊരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വരുന്ന വാക്കുകളാണ് എൻ്റെ, നിൻ്റെ, അവൻ്റെ, അവളുടെ എന്നൊക്കെ പറയുന്ന വാക്കുകൾ. അപ്പോൾ ഇത് അറിയുക എന്നുള്ളത് A1 ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്ന ഇതാണ് ജർമ്മനിൽ എങ്ങനെയാണ് ഈ വാക്കുകൾ പറയാൻ പോകുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസസീവ് ആർട്ടിക്കിൾ ആണ് മൈൻ എന്ന് പറയുന്ന വാക്ക്. ഇതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം വരുന്നത് മൈ എന്നും മലയാളത്തിൽ അർത്ഥം വരുന്നത് എൻ്റെ എന്ന് പറയുന്ന അർത്ഥവുമാണ്. മൈൻ, മൈ എന്നുള്ള അർത്ഥം, അതിൻ്റെ മലയാള അർത്ഥം വരുന്നത് എൻ്റെ എന്നുള്ള അർത്ഥം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മൈ ഹൗസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ജർമ്മനിൽ പറയുന്നത് മൈൻ ഹൗസ്, മൈൻ ഹൗസ്. ഈ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങളത് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ദൈൻ എന്ന് പറയുന്ന വാക്ക്. ദൈൻ ഇംഗ്ലീഷ് അർത്ഥം വരുന്നത് യുവർ എന്നാണ്. ഞാൻ ബ്രാക്കറ്റിൽ ഇൻഫോർമൽ എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മലയാളം അർത്ഥം വരുന്നത് നിൻ്റെ എന്നുള്ള അർത്ഥമാണ്. ദൈൻ. ഓക്കെ, യുവർ. ഇനി എക്സാമ്പിൾ കാണിച്ചു തരികയാണെങ്കിൽ ദൈൻ ഫാട്ടർ, ദൈൻ ഫാട്ടർ, ദൈൻ ഫാട്ടർ, യുവർ ഫാദർ, നിൻ്റെ ഫാദർ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇൻഫോർമൽ ഞാൻ മെൻഷൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അനിയനോട് അല്ലെങ്കിൽ വയസ്സിന് താഴ്ന്ന ആളുകളോടൊക്കെ നിങ്ങൾ നിൻ്റെ എന്നുള്ള പൊസസീവ് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഫാദറിനോടോ മദറിനോടോ പോയിട്ട് എന്ത് ചെയ്യില്ല, നിൻ്റെ കാറ്, നിൻ്റെ ബുക്ക്, നിൻ്റെ ബൈക്ക് എന്ന് പറയില്ല. അവരോട് നമ്മൾ യൂസ് ചെയ്യുന്നത് താങ്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്നൊക്കെ പറയുന്ന വാക്കായിരിക്കും. അത് നമ്മൾ വരുന്ന സമയത്ത് പഠിക്കും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ദൈൻ എന്ന് പറയുന്നതാണ് യുവർ, ഇൻഫോർമൽ ആയിട്ടുള്ള മെത്തേഡ്. അത് മലയാളത്തിൽ നിൻ്റെ എന്നുള്ള അർത്ഥം. നെക്സ്റ്റ് വരുന്നത് സൈൻ. സൈൻ, സൈൻ്റെ അർത്ഥം വരുന്നത് ഹിസ് എന്നുള്ള അർത്ഥം. ഇംഗ്ലീഷിൽ ഹിസ് എന്ന് പറയും, മലയാളത്തിൽ അവൻ്റെ എന്ന് പറയുന്ന വാക്ക്. ഓക്കെ, സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ് അല്ലെങ്കിൽ അവൻ്റെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഔട്ടോ, സൈൻ
ഔട്ട് ഓഫ്. അർത്ഥം വരുന്നത് വേറെ ഒന്നുമല്ല, അവന്റെ കാർ. സോ ഇപ്പൊ 3 മെയിൻ ആയിട്ടുള്ള പൊസസീവ് ആർട്ടിക്കിളാണ് ഡിസ്കസ് ചെയ്തത്. എൻ്റെ എന്ന് പറയുന്നത് മൈൻ, നിന്റെ എന്ന് പറയുന്നത് ദൈൻ, അവന്റെ എന്ന് പറയുന്നത് സൈൻ. അപ്പോൾ എൻ്റെ പേര് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതായിരിക്കും, മൈൻ. നിന്റെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ദൈൻ. അവന്റെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് സൈൻ. ഇനി അവളുടെ എന്നുള്ളതിൻ്റെ വാക്കാണ് നെക്സ്റ്റ് വരുന്നത് ഇയർ. ഇയർ ഇംഗ്ലീഷിൽ ഹെർ എന്നുള്ള അർത്ഥം, മലയാളത്തിൽ അവളുടെ എന്ന അർത്ഥം. അവളുടെ. ഓക്കെ, ഇയർ, ഹെർ അല്ലെങ്കിൽ അവളുടെ എന്നുള്ള അർത്ഥം. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇയർ സോൺ. ഇയർ സോൺ ഇതിൻ്റെ അർത്ഥം വരുന്നത് അവളുടെ മകൻ എന്നുള്ള അർത്ഥം. ഇയർ സോൺ അവളുടെ മകൻ. സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ എന്നുള്ള അർത്ഥം. സോ ഇയർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വരുന്നത് അവളുടെ. സോ മൈൻ എൻ്റെ, ദൈൻ നിന്റെ, സൈൻ അവന്റെ, ഇയർ അവളുടെ. നെക്സ്റ്റ് വരുന്നത് ഉൻസർ. ഉൻസർ ഇംഗ്ലീഷിൽ അവർ എന്നുള്ള അർത്ഥം, മലയാളത്തിൽ ഞങ്ങളുടെ. ഓക്കെ, ഉൻസർ അവർ എന്നുള്ള അർത്ഥം, മലയാളത്തിൽ ഞങ്ങളുടെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉൻസർ ലേറർ. ഉൻസർ ലേറർ. ലേറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് ടീച്ചർ എന്നുള്ള അർത്ഥം. സോ ഉൻസർ ലേറർ അവർ ടീച്ചർ, ഞങ്ങളുടെ ടീച്ചർ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അടുത്ത പൊസസീവ് ആർട്ടിക്കിൾ വരുന്നതാണ് ഉൻസറിന്റെ ശേഷം വരുന്ന നെക്സ്റ്റ് പൊസസീവ് ആർട്ടിക്കിൾ ആണ് ഓയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം വരുന്നത് യുവർ എന്നുള്ള അർത്ഥമാണ്, പ്ലൂറലാണ്, ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, പ്ലൂറലാണ്. മലയാളം അർത്ഥം വരുന്നത് നിങ്ങളുടെ. ഓക്കെ, അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒയർ വരുന്ന സമയത്ത് ഞാൻ അഭിസംബോധന ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും. ഇപ്പോൾ ഒരാളുടെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ്, ഒരു 2 പേര് എൻ്റെ ഫ്രണ്ട്സാണ്, അവരുടെ ഫാദർ, ആ സമയത്തൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഫാദർ. അതായത് ഒരാളുടെ ഫാദർ എന്നല്ല പറയുന്നത്, 2 പേരുടെയും ഫാദർ. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒയർ എന്ന് പറയുന്ന പൊസസീവ് ആർട്ടിക്കിൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓയർ ബ്രൂഡർ. ഓക്കെ, ഓയർ ബ്രൂഡർ ഇതിൻ്റെ അർത്ഥം വരുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലിയിൽ 3 പിള്ളേരുണ്ടെന്ന് വിചാരിക്കുക, അതിൽ 2 പേര് എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ അവരോട് പറയാണ് നിങ്ങളുടെ ചേട്ടൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ. 2 പേരോടുകൂടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ചേട്ടൻ എന്നുള്ളത്. സോ ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒയർ എന്ന് പറയുന്ന പൊസസീവ് ആർട്ടിക്കിൾ. ഇനി നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ IHR ഇയർ എന്ന് പറയുന്ന പൊസസീവ് ആർട്ടിക്കിൾ. നമ്മൾ ഓൾറെഡി സ്മോൾ ലെറ്റർ IHR എഴുതി, അതിൻ്റെ അർത്ഥം വരുന്നത് അവളുടെ എന്നായിരുന്നു. ഇനി ക്യാപിറ്റൽ IHR ഇയർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ വരുന്നത് യുവർ ആണ്, പക്ഷേ ഇത് സിംഗുലർ ആണ്. നമ്മൾ മുകളിൽ എഴുതിയ പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. അർത്ഥം വരുന്നത് താങ്കളുടെ. താങ്കളുടെ. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് എഴുതിയ ദൈൻ എന്ന് പറയുന്ന അതിൻ്റെ ഫോർമൽ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫോർമൽ എന്നുകൂടെ നോട്ട് ചെയ്യുന്നുണ്ട്. ഫോർമൽ നമ്മൾ ദൈൻ എഴുതിയ സമയത്ത് ഇൻഫോർമൽ എന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അനിയനോട് അല്ലെങ്കിൽ പ്രായത്തിന് ചെറിയ ആളുകളോട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നിന്റെ എന്ന് പറയുന്ന വാക്ക്. ഈ ഒരു വാക്ക് നമ്മൾ യൂസ് ചെയ്യുക താങ്കളുടെ. ഇപ്പോൾ നമ്മൾ നമ്മളുടെ ഫാദർ, മദർ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനോടൊക്കെ പറയുന്ന സമയത്ത് അവരുടെ ഒരു പർട്ടിക്കുലർ സാധനങ്ങൾ പറയുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനോട് പറയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ താങ്കളുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇയർ എന്ന് പറയുന്ന പൊസസീവ് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുക. അവിടെ ഞാൻ ഒരിക്കലും ദൈൻ യൂസ് ചെയ്യില്ല. കാരണം എന്താ, ദൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ കമ്പ്യൂട്ടർ എന്നായി. ഒരിക്കലും മുതിർന്ന ആളുകളോട് നമ്മൾ എന്ത് ചെയ്യില്ല, നിന്റെ കമ്പ്യൂട്ടർ എന്ന് പറയില്ല. അതിന് വരെ ഞാൻ ഒയർ യൂസ് ചെയ്യുകയാണെങ്കിലും തെറ്റിപ്പോവും. കാരണം എന്താ, ഒയർ എന്ന് പറയുമ്പോൾ 1 കൂടുതൽ ആളുകളോടാണ് ഞാൻ പറയേണ്ടത്. അപ്പോൾ അവിടെയും തെറ്റിപ്പോവും. ഇതാണ് സിംഗുലർ ആയിട്ടുള്ള വാക്ക്. സോ ഇവിടെ അർത്ഥം വരുന്നത്, ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇയർ കമ്പ്യൂട്ടർ. ഇയർ കമ്പ്യൂട്ടർ, താങ്കളുടെ കമ്പ്യൂട്ടർ എന്നുള്ള അർത്ഥം. ഇനി ലാസ്റ്റ് വരുന്ന പൊസസീവ് ആർട്ടിക്കിളാണ് ഒരു സ്മോൾ ലെറ്റർ IHR ഇയർ എന്നുള്ളത്. ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇംഗ്ലീഷിൽ ദെയർ, പ്ലൂറലാണ്. മലയാളത്തിൽ അർത്ഥം വരുന്നത്
അവരുടെ അവരുടെ എന്നുള്ള അർത്ഥം. അതായത് ഒരു തേർഡ് പേഴ്സണിനെയാണ് നമ്മൾ പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയാണ് അത് അവരുടെ വീടാണ്, അല്ലെങ്കിൽ അത് അവരുടെ ബൈക്കാണ്, അവരുടെ കാറാണ്, വേറെ ആരുടേതോ ആയിട്ട് പറയാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നമുക്ക് എഴുതാം ഇയർ ഹൗസ്. ഇയർ ഹൗസ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അവരുടെ വീട്. ഓക്കെ, അപ്പോൾ ഇത്രയും പൊസസീവ് ആർട്ടിക്കിളാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ആദ്യം നമ്മൾ എഴുതിയിരുന്നത് മൈൻ എന്ന് പറയുന്ന പൊസസീവ് ആർട്ടിക്കിൾ ആയിരുന്നു. അർത്ഥം വന്നത് എൻ്റെ എന്ന് പറയുന്നത്. സോ എൻ്റെ കാറ്, എൻ്റെ ബൈക്ക്, അല്ലെങ്കിൽ എൻ്റെ ഫാദർ, എൻ്റെ മദർ, ഈ സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് മൈൻ എന്ന് പറയുന്ന പൊസസീവ് ആർട്ടിക്കിൾ ആണ്. ഇനി നെക്സ്റ്റ് വന്നതായിരുന്നു ദൈൻ എന്ന് പറയുന്നത്. ദൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ, നിന്റെ ബൈക്ക്, നിന്റെ കാറ്, നിന്റെ സ്കൂള്, ഈ സമയത്താണ് ദൈൻ എന്ന് പറയുന്ന പൊസസീവ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. അടുത്തത് നമ്മൾ എഴുതിയത് സൈൻ, അതായത് അവൻ്റെ എന്നുള്ള അർത്ഥം. നെക്സ്റ്റ് സ്മോൾ ലെറ്റർ IHR ഇയർ, അവളുടെ എന്നുള്ള അർത്ഥം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയത് ഉൻസർ. ഉൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ എന്നുള്ള അർത്ഥം വരുന്നത്. നെക്സ്റ്റ് വന്നത് ഒയർ. ഒയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ, നമ്മൾ പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ, അതായത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ ഒരു പർട്ടിക്കുലർ സാധനമാണെന്ന് പറയുന്ന സമയത്താണ് ഒയർ എന്ന് വരുന്നത്. പിന്നെ നമ്മൾ എഴുതിയത് ക്യാപിറ്റൽ IHR ഇയറും സ്മോൾ ലെറ്റർ IHR ഇയറും. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ IHR ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ അർത്ഥം വരുന്നത് യുവർ എന്നാണ്, പക്ഷേ മലയാളത്തിൽ താങ്കളുടെ, ഇത് ഒറ്റ പേഴ്സൺ ആണ്. നമ്മൾ എന്താ പറയുക, കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുന്ന പേഴ്സൺസിന് യൂസ് ചെയ്യേണ്ടതാണ് അത്. പിന്നെ ലാസ്റ്റ് വരുന്ന സ്മോൾ ലെറ്റർ IHR ഇയർ, ദെയർ എന്നുള്ള അർത്ഥം, അവരുടെ എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ പൊസസീവ് ആർട്ടിക്കിൾ അറിയുമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺജുഗേഷൻ സെന്റൻസ് ഫോർമേഷനിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സെന്റൻസ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊസസീവ് ആർട്ടിക്കിളൊക്കെ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് സെന്റൻസ് ഫോം ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പൊസസീവ് ആർട്ടിക്കിൾ ആയിരുന്നു ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സെന്റൻസ് ഫോർമേഷനിൽ സബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെ, വെർബിന്റെ പൊസിഷൻ എവിടെ, അതുപോലെ ഏതൊക്കെയാണ് ജർമ്മനിലുള്ള സബ്ജക്റ്റ് എന്നുള്ളതൊക്കെ പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അഡീഷണലി പഠിച്ചതാണ് പൊസസീവ് ആർട്ടിക്കിളും. അപ്പോൾ ഈ പൊസസീവ് ആർട്ടിക്കിളും അതുപോലെ നമ്മൾ പഠിച്ച സബ്ജക്റ്റും വെർബൊക്കെ വെച്ചിട്ട് എങ്ങനെ സെന്റൻസ് എഴുതാന്നുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ച മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഇഷ്, ദു, എർസിയസ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിലുള്ളത്. പൊസസീവ് ആർട്ടിക്കിൾസ് ആണ് മൈൻ, ദൈൻ, സൈൻ എന്നൊക്കെ പറയുന്ന നെക്സ്റ്റ് കാറ്റഗറി. ഇനി വേർബ്സ് നോക്കുകയാണെങ്കിൽ വോണൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കോമൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ വീഡിയോ ഡെമോൺസ്ട്രേഷനിൽ കണ്ട ബാക്കിയുള്ള വേർബ്സുകൾ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മളിതിൽ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കാറ്റഗറി, അതായത് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന കാറ്റഗറി എപ്പോഴും വരേണ്ടത് ഫസ്റ്റ് പൊസിഷനിലാണ്. വെർബായിട്ട് വരുന്ന ഈ ഒരു കാറ്റഗറി വരേണ്ടത് സെക്കൻഡ് പൊസിഷനിലാണ്. പിന്നെ അങ്ങോട്ട് എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും തേർഡ് വരണം. സെയിം പോലെ ഈ മൈൻ, ദൈൻ, സൈൻ ഇത് ചിലപ്പോൾ സബ്ജക്റ്റ് ആയിട്ട് വരാം. അതായത് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ മൈ ഫാദർ എന്നുള്ളത് ചിലപ്പോൾ എന്ത് ചെയ്യാം, സബ്ജക്റ്റ് ആയിട്ടൊക്കെ വരാം. അപ്പോൾ അത്തരത്തിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ich habe mein Auto. Ich habe mein Auto. ഇതിൻ്റെ അർത്ഥം വരുന്നത് ഐ ഹാവ് മൈ കാർ. ഇതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ് ജർമ്മനിൽ. അപ്പോൾ നമ്മൾ പഠിച്ച സബ്ജക്റ്റിനനുസരിച്ച് വെർബ് കോൺജുഗേറ്റ് ചെയ്തു. കാരണം നമുക്കറിയാം ഹാബൻ എന്ന് പറയുന്ന ഹാവ് എന്നുള്ള വെർബാണിത്. അപ്പോൾ ഇഷിൻ്റെ കൂടെ വരുന്ന സമയത്ത് എന്ന് മാറ്റി ചേർത്തു, കോൺജുഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. പിന്നെ നമ്മൾ പഠിച്ച പൊസസീവ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എൻ്റെ എന്നുള്ള വാക്കാണ് മൈൻ, പിന്നെ കാർ എന്നുള്ളതിൻ്റെ ജർമ്മൻ ഔട്ടോ. സോ അങ്ങനെ ഒരു സെൻറ്റൻസ് നമ്മൾ ഫോം ചെയ്തതാണ് ഐ ഹാവ് മൈ കാർ എന്നുള്ള സെൻറ്റൻസ് ആണ് ഇഷ് ഹാബ് മൈൻ ഔട്ടോ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് ദു വെച്ചിട്ട് നോക്കാം. ഇപ്പോൾ ദു വെച്ചിട്ട് ഞാൻ എഴുതുന്ന ഒരു സെൻറ്റൻസ് ആണ് ദു kaufst sein Haus. Okay. Du kaufst sein Haus. You buy his house. ഓക്കെ, ശരിക്കും ഇതൊരു ഇമ്പറേറ്റീവ് ഫോമിൽ പറയുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ മാറും. പക്ഷെ സാധാ പോലൊരു സെൻറ്റൻസ് ആയിട്ട് പറയുന്ന സമയത്ത് ദു കൗഫ്സ്റ്റ് സൈൻ ഹൗസ്, യു ബൈ ഹിസ് ഹൗസ്. അതായത് ദു എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ യൂസ് ചെയ്തു, കൗഫ്സ്റ്റ് എന്ന് പറയുന്ന വെർബ് നമ്മൾ യൂസ് ചെയ്തു, സൈൻ ഹൗസ് അവൻ്റെ വീട്, നീ അവൻ്റെ വീട് വാങ്ങിക്കണം എന്നില്ല, അല്ലെങ്കിൽ യു ആർ ബൈയിങ് ഹിസ് ഹോം എന്നുള്ള അർത്ഥം വരുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം.
dein Vater kommt aus Indien. Dein Vater kommt aus Indien. സോ ദൈൻ ഫാദർ, ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നത് ദൈൻ ഫാദർ ആണ്, അതായത് നിന്റെ ഫാദർ. കോംറ്റ് വരുന്നത്, കൊമൻ എന്ന് പറയുന്ന വെർബ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്തു, കാരണം ഇവിടെ സബ്ജക്റ്റ് ആരാ? ദൈൻ ഫാദർ ആണ്. സോ എർസിയസിന്റെ കോൺജുഗേഷൻ നമ്മൾ യൂസ് ചെയ്തു. ഔസ് ഇന്ത്യൻ, ഫ്രം ഇന്ത്യ. യുവർ ഫാദർ കംസ് ഫ്രം ഇന്ത്യ. അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും അതുപോലെ ഈ എപ്പിസോഡിലൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത കോൺജുഗേഷൻ ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത്. അതുപോലെ ഈ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പൊസസീവ് ആർട്ടിക്കിൾ ദൈൻ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. അതേപോലെ നമ്മൾ ഔസ് ഇന്ത്യൻ, ഇന്ത്യൻ എന്നുള്ള ആ ഒരു ഇന്ത്യ എന്നുള്ളതിൻ്റെ ജർമ്മൻ ആണത്. സോ യുവർ ഫാദർ കംസ് ഫ്രം ഇന്ത്യ, നിന്റെ ഫാദർ വരുന്നത് ഇന്ത്യയിൽ നിന്നാണെന്നുള്ള സെന്റൻസ് ആണിത്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ടൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. unser Auto ist kaputt. Unser Auto ist kaputt. സോ unser Auto, unser നമ്മൾ പഠിച്ചു അവർ, ഞങ്ങളുടെ എന്ന് പറയുന്നത്, ഔട്ടോ കാർ. സോ ഞങ്ങളുടെ കാറ് കേടാണ്. കാപ്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ എന്നൊക്കെയുള്ള അർത്ഥം. സോ unser Auto ist kaputt, ഞങ്ങളുടെ കാർ എന്താണ്? ബ്രേക്ക് ഡൗൺ ആണ്, അല്ലെങ്കിൽ കേടാണെന്നുള്ള അർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിൻലി മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന സെന്റൻസ് ഫോർമേഷൻ എന്നുള്ള പാറ്റേണിനെ കുറിച്ചാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പൊസസീവ് ആർട്ടിക്കിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും സെന്റൻസിൽ. അങ്ങനെയാണ് നിങ്ങൾക്ക് A1 ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ സെന്റൻസിന്റെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ പൊസസീവ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാർട്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് പൊസസീവ് ആർട്ടിക്കിൾ എന്നും അതിന്റെ അർത്ഥവും പ്രോപ്പറായിട്ട് നിങ്ങൾ നോക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ പൊസസീവ് ആർട്ടിക്കിൾ നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇത് പഠിക്കുന്ന സമയത്ത് കുറേ പേർക്ക് ഡൗട്ട് വരും. ഇപ്പം ഞാൻ എന്നുള്ള കേസിൽ, അതായത് നമ്മൾ ഇഷ് എന്ന് പഠിച്ചിട്ടുണ്ട്, മൈൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തു തരാം. ഇപ്പോൾ ഇഷ് അതുപോലെ മൈൻ, ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ഇഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നുള്ള അർത്ഥമാണ്, മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇത് ഒരിക്കലും സെയിം അല്ല. കുറേ പേര് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞത്, ചില ആളുകൾ വരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഐ ഗോ ടു മൂന്നാർ എന്നുള്ള സെൻറ്റൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ മൈൻ എഴുതും, അല്ലെങ്കിൽ മൈ കാർ എന്ന് പറയുന്ന സമയത്ത് ഇഷ് ഔട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് അർത്ഥം വരുന്നത് ഞാൻ എന്നും, മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. സെയിം പോലെ നമ്മൾ പഠിച്ച ദൂ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നീ എന്നുള്ളതാണ്. പക്ഷേ ദൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഒരിക്കലും പോയിട്ട് നിന്റെ കാർ എന്ന് പറയുന്ന സമയത്ത് ദൂ ഔട്ടോ എന്ന് പറയരുത്. അപ്പം നീ കാർ എന്നായി അർത്ഥം. അത് തെറ്റാണ് അല്ലെങ്കിലും, കാരണം സബ്ജക്റ്റ് ഒന്ന് കോൺജുഗേഷനൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ദൂം ദൈനും ഒരിക്കലും സെയിം അല്ല എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ അർത്ഥം നീന്നും ഇതിൻ്റെ അർത്ഥം നിന്റെ എന്നുള്ളതുമാണ്. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിച്ച എയർ എന്നുള്ള വാക്ക് ഹി എന്നുള്ളതാണ്, പക്ഷേ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്, അവൻ്റെ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അതായത് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷാണ്, മൈൻ എന്ന് പറയുന്നത് മൈ ആണെന്നുള്ള അർത്ഥം, അതായത് ഞാനും എൻ്റെ ആണെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ഓർത്തു വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഞാൻ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത, അല്ലെങ്കിൽ പേഴ്സണലി ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഉപകാരപ്പെട്ട ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മളുടെ ലൈഫിലുള്ള പേഴ്സൺസുമായിട്ട് ഇത് കമ്പയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ എന്നുള്ള വാക്ക് വെച്ചിട്ട് ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ ഫാദർ, എൻ്റെ മദർ, എൻ്റെ ബ്രദർ, ഇങ്ങനത്തെ എക്സാമ്പിൾ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ജർമ്മനിൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈൻ എന്നുള്ള ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു പൊസസീവ് ആർട്ടിക്കിൾ ഓർത്ത് വെക്കാൻ ഞാൻ എപ്പോഴും എൻ്റെ ഫാദറിനെ കുറിച്ച് ആലോചിക്കും. മൈൻ ഫാട്ടർ, മൈൻ ഫാട്ടർ. അപ്പോൾ എനിക്ക് അവിടെ ഒരു ഡൗട്ട് വരില്ല മൈൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ എന്നാണോ എന്നുള്ളത്. കാരണം മൈൻ ഫാട്ടർ എന്ന് പറയുമ്പോൾ ഐ ഫാദർ എന്നല്ലല്ലോ, എൻ്റെ ഫാദർ. ആ ഒരു കൺസെപ്റ്റ് എനിക്ക് പെട്ടെന്ന് കിട്ടും. സെയിം പോലെ ദൈൻ വെച്ചിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എൻ്റെ സിസ്റ്ററിനെ ആലോചിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സിസ്റ്ററിനെ, യങ്ങറായിട്ടുള്ള സിസ്റ്ററിനെ അഭിസംബോധന ചെയ്യുന്നത് നിൻ്റെ. ഓക്കെ, അപ്പോൾ അവളുടെ എന്തെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം ദൈൻ ഔട്ടോ, അല്ലെങ്കിൽ ദൈൻ ഹൗസ്, നിൻ്റെ വീട്, നിൻ്റെ കാറ്, ഈ ഒരു പാറ്റേണിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? നിൻ്റെ എന്നുള്ള വാക്ക് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഞാൻ യൂസ് ചെയ്യേണ്ടത്
എൻ്റെ യങ്ങറായിട്ടുള്ള ആളുകളോടാണ്, നിൻ്റെ എന്നുള്ള കൺസെപ്റ്റിലാണെന്നുള്ളത്. സൈൻ വരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ആലോചിക്കാം, അവൻ്റെ. അപ്പോൾ ആ അവൻ്റെ എന്നുള്ളത് ആരതായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു നെയ്ബറുടെ അവൻ്റെ ബൈസൈക്കിൾ അല്ലെങ്കിൽ അവൻ്റെ ബാഗ്, ഇങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൈൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ വസ്തുക്കൾ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ പൊസസീവ് ആർട്ടിക്കിൾ ഓർത്ത് വെക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫോൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അയാളുടെ ഫോൺ, സൈൻ ഹാൻഡി. ഓക്കെ. മകൻ്റെ ഒരു ബാഗ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മകൻ്റെ എന്ന് പറയുമ്പോൾ നിൻ്റെ എന്നുള്ളൊരു കൺസെപ്റ്റിൽ എടുക്കുക, ദൈൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊടുക്കുക, മകൻ്റെ ബാഗ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് പറയുന്ന സമയത്ത് എൻ്റെ, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും, ഇപ്പോൾ വാച്ച് അല്ലെങ്കിൽ ഷർട്ട്, മൈൻ വെച്ചിട്ട് നിങ്ങൾ പറയാം. ഇപ്പം ഇപ്പം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഓൺ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന്, ഇപ്പോൾ ഞങ്ങളുടെ മണി, ഞങ്ങളുടെ ക്യാഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഉൻസർ ആണെന്നുള്ള ആ ഒരു ഐഡിയ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓരോ വ്യക്തികൾ ആദ്യം സങ്കല്പിക്കുക, എന്നിട്ട് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന വസ്തുക്കൾ വെച്ചിട്ട് ജർമ്മനിൽ ഈ കാര്യം പഠിച്ചെടുക്കുക. ഇതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഞാൻ എല്ലാ എപ്പിസോഡിലും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് ലൈഫിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങൾ എണീറ്റിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള തിങ് വാച്ച് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഓക്കെ മൈ വാച്ച്, അതാണ് മൈന് ഉവർ എന്നുള്ള വാക്ക് ജർമ്മനിൽ. ഇപ്പോൾ നിങ്ങളുടെ മകനോട് അല്ലെങ്കിൽ മകളോട് നിങ്ങൾ എന്തെങ്കിലും കാര്യം പറയാണ്, നിന്റെ ബാഗ് എടുക്കുക, നിന്റെ ഷൂ എടുക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് നിന്റെ എന്നുള്ള വാക്കാണ് ദൈൻ. നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനോട് ഗ്രാൻഡ് മദറിനോട് നിങ്ങളുടെ മെഡിസിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ IHR ഇയർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ എക്സാമ്പിൾസ് എന്ത് ചെയ്യുക? കാരണം നിങ്ങളുടെ ലൈഫിൽ ഇതിങ്ങനെ വന്നു പോകുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഓക്കെ, ജർമ്മനിൽ താങ്കളുടെ എന്നുള്ളതിന് അല്ലെങ്കിൽ നിങ്ങളുടെ എന്നുള്ളതിന് എൻ്റെ എന്നുള്ളതിന് എന്താവും പറയാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. പക്ഷേ ഇത് റിപ്പീറ്റ് ചെയ്യണം. ഏകദേശം ഒരു 1 വീക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് ഒരു ദിവസം റിപ്പീറ്റ് ചെയ്ത് സെക്കൻഡ് ചെയ്ത് തേർഡ് ഡേ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. സോ 1 വീക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, ഇതിന് നിങ്ങൾ വേറെ ടൈം കണ്ടെത്തൊന്നും വേണ്ട. നിങ്ങളിത് പഠിച്ചിട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഓട്ടോമാറ്റിക്കലി പൊസസീവ് ആർട്ടിക്കിൾ എന്താണെന്നും ജർമ്മനിൽ എങ്ങനെ സെൻറ്റൻസ് ഫോം ചെയ്യുക എന്നുള്ളതും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. നമ്മൾ സെൻറ്റൻസ് ഫോർമേഷൻ പഠിച്ചു, സബ്ജക്റ്റിൻ്റെ പൊസിഷൻ പഠിച്ചു, വെർബിൻ്റെ പൊസിഷൻ പഠിച്ചു, ലാസ്റ്റ് ആയിട്ട് പൊസസീവ് ആർട്ടിക്കിൾ പഠിച്ചു. ഇനിയും ശരിക്കും സെൻറ്റൻസിൽ നമുക്ക് പേഴ്സണൽ പ്രൊണോമൻസ് ആയിട്ട്, അതായത് എന്നെ എന്ന് പറയുന്ന വാക്ക്, ഇപ്പം നമ്മൾ ഞാൻ പഠിച്ചു, എൻ്റെ പഠിച്ചു, അതേപോലെ എന്നെ, നിന്നെ, അവനെ, അവളെ എന്നൊക്കെ പറയുന്ന വാക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കമ്മിങ് സീരീസിലൊക്കെ നിങ്ങൾ പഠിക്കും. നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു ഭാഷ പഠിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളത് പറയുക മാത്രമല്ല, ഇടയ്ക്ക് നിങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഇപ്പം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ എണീറ്റ് കഴിഞ്ഞിട്ട് ഒരാളോട് പറയുക മാത്രമല്ല ചെയ്യുക, ഇടയ്ക്ക് നിങ്ങൾ ചോദ്യങ്ങളും ചോദിക്കും. നീ ഭക്ഷണം കഴിച്ചോ? അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എങ്ങനെ ജർമ്മൻ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്ന സമയത്ത് അത് നമുക്കറിയുന്ന ഇംഗ്ലീഷും അതുപോലെ മലയാളവുമായിട്ട് എന്തെങ്കിലും കമ്പാരിസൺ ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ മേക്കിംഗ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്ത് നിങ്ങൾ നോട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ മേക്കിംഗ്. ഓക്കെ, സോ എങ്ങനെ നിങ്ങൾക്ക് ജർമ്മനിൽ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഏത് ഭാഷ എടുക്കുന്ന സമയത്തും എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ജർമ്മനിൽ ഞാനത് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കാറ്റഗറിയാണ് വേ ഫ്രാഗെ എന്ന് പറയുന്നത്. സെക്കൻഡ് കാറ്റഗറിയാണ് യാ ഓർഡർ 9 ഫ്രാഗെ. അതായത് വേ ഫ്രാഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇംഗ്ലീഷിലെ WH ക്വസ്റ്റ്യൻസ്. ഓക്കെ, WH ക്വസ്റ്റ്യൻസ്. യാ ഓർഡർ 9 ഫ്രാഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇംഗ്ലീഷിലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഏത് ഭാഷ എടുത്ത് നോക്കുന്ന സമയത്തും 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. ഒന്ന് വേ ഫ്രാഗെ, ഒന്ന് യാ ഓർഡർ 9 ഫ്രാഗെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഒരാളോട് ചോദ്യം ചോദിക്കുമ്പോൾ ഇത് രണ്ടും അല്ലാതെ വേറെ പാറ്റേണിൽ ക്വസ്റ്റ്യൻ വരില്ല. എന്താണ് നീ കഴിക്കുന്നത്? നീ കഴിച്ചോ? എവിടെയാണ് നീ പോകുന്നത്? നീ പോകുന്നില്ലേ?
നീ ആ സിനിമ കണ്ടോ, ഏതായിരുന്നു ആ സിനിമ. അപ്പോൾ ഇങ്ങനെ ഒരു വേഫ്രാഗയുള്ള ക്വസ്റ്റനോ അല്ലെങ്കിൽ എസ് ഓർ നോ ഉള്ള ക്വസ്റ്റനോ, ഇത് രണ്ടും അല്ലാതെ നിങ്ങൾക്ക് വേറെ ചോദ്യം ഇല്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഏത് ഭാഷയിലും വരുന്നുള്ളൂ. ഇനി ഇത് എങ്ങനെ ജർമ്മനിൽ നിങ്ങൾക്ക് ഫോം ചെയ്യാം, അതായത് ഒരു വേഫ്രാഗ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു യാ ഓർഡർ 9 ഫ്രാഗ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കുക, വേഫ്രാഗ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് WH ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിലാണെങ്കിലും നിങ്ങൾക്കറിയാം നമുക്ക് WH ക്വസ്റ്റ്യൻസ് വേണം. WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്ട്, വിച്ച്, വേർ എന്നൊക്കെ പറയുന്ന വാക്കുകൾ. അപ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിൽ വരുന്ന WH ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വേഫ്രാഗെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ജർമ്മനിൽ കോമൺ ആയിട്ട് വരുന്ന വേഫ്രാഗേസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. കാരണം അതറിഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജർമ്മനിൽ വേഫ്രാഗെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ കേസിൽ അതിൻ്റെ ആവശ്യമല്ല. കാരണം നിങ്ങൾ ഒരാളോട് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവിടെ ഒരിക്കലും ഇത്തരത്തിലുള്ള ചോദ്യവാക്കുകൾ ഉണ്ടാവില്ല. എന്ത്, ആര് എന്നൊന്നുമില്ല. പോകുന്നുണ്ടോ, വരുന്നുണ്ടോ, കഴിക്കുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ വാക്കുകൾ വെച്ചിട്ടാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക. അപ്പോൾ ഈ ഒരു ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജർമ്മൻ ഭാഷയിലെ വേഫ്രാഗേസ് അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് അറിയണം. യാ ഓർഡർ 9 ഫ്രാഗയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് വെർബും സബ്ജക്റ്റും മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇതാണ്, വേഫ്രാഗെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് യാ ഓർഡർ 9 ഫ്രാഗെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ വേഫ്രാഗെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ജർമ്മനിലെ വേഫ്രാഗേസ് ഏതൊക്കെയാണെന്ന് നോക്കണം. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മൻ ഭാഷയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള വേഫ്രാഗെ അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു വേഫ്രാഗയാണ് വി എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇംഗ്ലീഷിൽ ഹൗ എന്നുള്ള അർത്ഥം. ഓക്കെ, ഹൗ, വി. ഇപ്പം നിങ്ങൾ ഒരാളോട് ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹൗ ഈസ് യുവർ നെയിം, ഹൗ ഈസ് യുവർ ടെലിഫോൺ നമ്പർ, ഈ സമയത്തൊക്കെ ആവശ്യം വരുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് വി. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്ന ഹൗ എന്നുള്ള അർത്ഥം. നെക്സ്റ്റ് പഠിച്ചു വെക്കേണ്ടത്, ഈസി ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റും, വാസ്. വാസ്, വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ്. വാസ്, വാട്ട് ആർ യു ഡൂയിങ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ വാസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വോ. വോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് വേർ, എവിടെ എന്നുള്ള അർത്ഥം. ഇപ്പോൾ എവിടെയാണ് എൻ്റെ ബാഗ്, അല്ലെങ്കിൽ വേർ ഈസ് മൈ ബുക്ക്, വേർ ഈസ് മൈ കാർ, ആ സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ്. നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വോഹെർ. വോഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് ഫ്രം വേർ. ഫ്രം വേർ. ഇനി നെക്സ്റ്റ് വോഹിൻ. വോഹിൻ. വോഹിൻ്റെ അർത്ഥം വരുന്നത് ടു വേർ എന്നുള്ള അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. വോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ, എവിടെ എന്നുള്ള അർത്ഥം. വോഹെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം വേർ, എവിടെ നിന്ന് എന്നുള്ള അർത്ഥം. വോഹിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു വേർ, എങ്ങോട്ട് എന്നുള്ള അർത്ഥം. അപ്പോൾ മൂന്നൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മലയാളത്തിൽ എവിടുന്നാണ് നീ വരുന്നത്, അല്ലെങ്കിൽ ഫ്രം വേർ ആർ യു കമ്മിങ്, അതാണ് വോഹെർ എന്നുള്ളത്. ഇനി എങ്ങോട്ടാണ് നീ പോകുന്നത്, ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, വോഹിൻ അല്ലെങ്കിൽ ടു വേർ എന്ന് യൂസ് ചെയ്യുക. ഇപ്പോൾ എവിടെയാണ് എൻ്റെ വീട്, അല്ലെങ്കിൽ എവിടെയാണ് എൻ്റെ ബാഗ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുക, വോ യൂസ് ചെയ്യുക. സോ അതാണ് ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ്, വോ, വോഹെർ, വോഹിൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 5 ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് വി, വാസ്, വോ, വോഹെർ, വോഹിൻ. ഇനി ഇത് കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് ആണ് വഹും. വഹും അർത്ഥം വരുന്നത് വൈ, എന്തുകൊണ്ട് എന്നുള്ള അർത്ഥം. വൈ. ഓക്കെ, എന്തുകൊണ്ട്. വഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ എന്നുള്ള അർത്ഥം. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് വെൽഷെ. വെൽഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് വിച്ച് എന്നുള്ള അർത്ഥം. ഇപ്പോൾ ഇത് രണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാണെങ്കിൽ, എന്തുകൊണ്ട് ജർമ്മൻ പഠിക്കുന്നു, സോ ആ ഒരു സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വഹൂം എന്നുള്ള ക്വസ്റ്റ്യൻ വാക്കായിരിക്കും. വെൽഷെ, ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ക്രിക്കറ്റ് പ്ലെയർ, സോ ആ സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വിച്ച്, വെൽഷെ എന്ന് പറയുന്ന വാക്കായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ വാക്കാണ്
വൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വാക്ക്, അതായത് വെൻ എന്നുള്ള അർത്ഥം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വെൻ ഈസ് യുവർ ബർത്ത്ഡേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ വാക്കാണ് വൺ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ വാക്സ് നിങ്ങൾ മിനിമം പഠിച്ചു വെക്കാം. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, A1 ലെവലിൽ ഒരു വാക്ക് തന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ചോദ്യം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ വി എന്നുള്ളത് ഹൗ ആർ യു എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം. വാസ് വെച്ചിട്ട് വാട്ട് ഈസ് യുവർ ഹോബി എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. വേർ വെച്ചിട്ട് വേർ ഈസ് മൈ ബാഗ്, വേർ ഈസ് മൈ കാർ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. വൊഹർ വെച്ചിട്ട് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ചോദിക്കാം. ഫ്രം വേർ ആർ യു കമ്മിങ്. വൊഹിൻ വെച്ചിട്ട് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. വഹും വെച്ചിട്ട് എന്തിനാണ് നീ അത് ചെയ്തത്, വൈ ആർ യു ഡൂയിങ് ദാറ്റ് അല്ലെങ്കിൽ വൈ ഹാവ് യു ഡൺ ദാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി വിച്ച് വെച്ചിട്ട് വിച്ച് ലാംഗ്വേജ് യു സ്പീക്ക്. വിഫിൽ വെച്ചിട്ട് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്. വൺ വെച്ചിട്ട് വൺ ഈസ് യുവർ ബർത്ത്ഡേ അല്ലെങ്കിൽ വെൻ ഈസ് ദ മീറ്റിംഗ്, വെൻ ഈസ് ദ പാർട്ടി. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരു വേഫ്രാഗെ നിങ്ങൾക്ക് ജർമ്മനിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഇത്രയും വാക്കുകൾ അറിയണം. അപ്പോൾ ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജർമ്മനിൽ WH ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ജർമ്മനിൽ വരുന്ന വേഫ്രാഗെ അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി ഈ WH ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാം. കാരണം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ഇംഗ്ലീഷിൽ വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തും മലയാളത്തിൽ എന്താണ് നീ ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തും അതിൻ്റെ സെൻറ്റൻസ് ഫോമിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ആ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ കാണിച്ചു തരികയാണെങ്കിൽ ഇംഗ്ലീഷിൽ വാട്ട് ആർ യു ഡൂയിങ് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്ന് വിചാരിക്കുക. ഇതിൻ്റെ സെയിം മലയാളം വരുന്നത് എന്താണ് താങ്കൾ ചെയ്യുന്നത്. ഇനി ഇത് ജർമ്മനിലാക്കുന്ന സമയത്ത് എങ്ങനെ ഫോം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വാക്ക് ഇംഗ്ലീഷിൽ ഫസ്റ്റ് പൊസിഷനിലാണ്, സെയിം പോലെ മലയാളത്തിലും അത് വന്നത് ഫസ്റ്റ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ഡൂയിങ് എന്ന് പറയുന്ന വെർബ് വന്നിരിക്കുന്നത് ലാസ്റ്റ് പൊസിഷനിലാണ് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത്, സെയിം പോലെ നമ്മളുടെ മലയാളത്തിലും ലാസ്റ്റ് ആണ്. അപ്പോൾ ഓരോ വാക്കിൻ്റെ പൊസിഷൻസ് നമ്മൾ നോക്കണം ജർമ്മനിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അതാണ്. അതായത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻ ജർമ്മനിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെ ആയിരിക്കും ഈ വേഫ്രാഗയുടെ പൊസിഷൻ, എവിടെയാണ് നമ്മൾ വെർബ് ചേർക്കേണ്ടത്, എവിടെയാണ് നമ്മൾ സബ്ജക്റ്റ് ചേർക്കേണ്ടത്, ഈ കാര്യങ്ങൾ നമുക്ക് അറിയണം. അപ്പോൾ അതാണ് നമ്മൾ നോട്ട് ചെയ്യാൻ പോകുന്നത്. സോ നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് പൊസിഷനിൽ വരേണ്ടത് വേഫ്രാഗെ. അപ്പോൾ ജർമ്മനിൽ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വാട്ട്, വിച്ച്, വെൽഷെ ഇപ്പം നമ്മൾ പഠിച്ച ആ ഒരു കംപ്ലീറ്റ് ടേബിൾ ഇത് എപ്പോഴും വരേണ്ടത് ഫസ്റ്റ് പൊസിഷനിലായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഫസ്റ്റ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ. രണ്ടാമത്തെ പൊസിഷനിൽ വരേണ്ടത് വെർബ് വരണം. സെക്കൻഡ് പൊസിഷനിൽ വെർബാണ് നിങ്ങൾ ചേർക്കേണ്ടത്. അതായത് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിലുള്ള ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി. ഇപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളതിലെ പ്രവൃത്തിയാണ് ഡൂയിങ്, ചെയ്യുക. ജർമ്മനിലെ മാഖൻ എന്ന് പറയുന്ന ആ ഒരു വെർബ് അത് സെക്കൻഡ് പൊസിഷനിൽ വരണം. ഇനി തേർഡ് എന്ന് പറയുന്നത് സബ്ജക്റ്റ്, അതായത് ഈ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് മൂന്നാമത്തെ പൊസിഷനിൽ വരേണ്ടത്. അപ്പോൾ ആദ്യത്തെ പൊസിഷനിൽ വേഫ്രാഗെ വരണം, സെക്കൻഡ് വെർബ് വരണം, തേർഡ് സബ്ജക്റ്റ് വരണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാം വേഫ്രാഗെ എന്ന് പറയുന്നത് വാട്ട് എന്ന് പറയുന്ന വാക്കാണ്. ഇതിൽ വെർബ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരാം. അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസിൽ വെർബ് ഏതാ? ശരിക്കും പറയുകയാണെങ്കിൽ 6 വെർബാണ്, ഡൂയിങ്ങും വെർബാണ്. ഇവിടുന്ന് ഒരു ഫാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കാം. ജർമ്മൻ ലാംഗ്വേജിൽ ഒരിക്കലും ING സെൻറ്റൻസ് പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ING വരുന്ന സെൻറ്റൻസുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അത് നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റിലോട്ട് ആക്കിയിട്ട് മാറ്റണം. അത് സെൻറ്റൻസ് ആണെങ്കിലും ക്വസ്റ്റ്യൻ ആണെങ്കിലും. അപ്പോൾ ഈ വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ജർമ്മനിൽ പറയുന്നതിന് മുൻപ് നിങ്ങൾ ഇംഗ്ലീഷിൽ അത് സിമ്പിൾ പ്രസൻറ്റ് ആയിട്ടൊന്ന് ആലോചിക്കുക. വാട്ട് യു ഡു എന്നുള്ള രീതിക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, ഏതാണ് സബ്ജക്റ്റ് വെർബ് എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ വേഫ്രാഗെ വാട്ടും ഇവിടുത്തെ വെർബ് ഡൂവും സബ്ജക്റ്റ് യു എന്നുള്ളതുമാണ്. അപ്പോൾ ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ജർമ്മനിൽ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ പറ്റും. സോ വേഫ്രാഗെ ആയിട്ടുള്ള വാട്ട് എന്നതിൻ്റെ ജർമ്മനാണ് വാസ്. ഇത് ഞാൻ ഫസ്റ്റ് എഴുതി.
സെക്കൻഡ് എഴുതേണ്ടത് വെർബാണ്. വെർബ് എന്ന് പറഞ്ഞാൽ ഡൂയിങ്. ഡൂയിങ് എന്നുള്ള അല്ലെങ്കിൽ ഡൂ എന്നുള്ളതിൻ്റെ ജർമ്മനാണ് machen. ഓക്കെ, ഇനി സബ്ജക്റ്റ് താങ്കൾ അല്ലെങ്കിൽ യു, ഫോർമൽ ആയിട്ടുള്ള യു, അതാണ് സി, ക്യാപിറ്റൽ സി. സോ ജർമ്മനിൽ വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വാസ് machen സി, വാസ് machen സി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വേഫ്രാഗെ വന്നു, സെക്കൻഡ് വെർബ് വന്നു, തേർഡ് സബ്ജക്റ്റ് വന്നു. ഈ ഒരു ഫോമിലാണ് നിങ്ങൾ വേഫ്രാഗെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ടത് ജർമ്മനിൽ വരുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് അറിയണം, പിന്നെ വെർബ് അറിയണം, സബ്ജക്റ്റിനനുസരിച്ച് വെർബ് എന്ത് ചെയ്യുക, കോൺജുഗേറ്റ് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് പഠിച്ചു വെക്കുക. ആദ്യം വേഫ്രാഗെ, പിന്നെ വെർബ് വരിക, പിന്നെ സബ്ജക്റ്റ് വരിക. ഇതറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വേഫ്രാഗെ എങ്ങനെയാണ് ജർമ്മനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കിയത്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അവിടെ നിങ്ങൾ ബൈഹേർട്ട് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, വേഫ്രാഗെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പൊസിഷനിൽ വേഫ്രാഗെ വരണം, സെക്കൻഡ് വെർബ് വരണം, തേർഡ് സബ്ജക്റ്റ് വരണം, പിന്നെ ING സെൻറ്റൻസ് വരുമ്പോൾ അതെന്ത് ചെയ്യുക, സിമ്പിൾ പ്രസൻറ്റിലാക്കിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനും അതുപോലെ സെൻറ്റൻസ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് യാ ഓർഡർ 9 ഫ്രാഗെ. യാ ഓർഡർ 9 ഫ്രാഗെ, അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. വേഫ്രാഗെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു, നമ്മൾ അവിടെ ഒരു കാര്യം കൂടെ പഠിക്കേണ്ടിയിരുന്നു, അതായത് ഏതൊക്കെയാണ് WH ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അതായത് വാട്ടിന് എന്ത് പറയും, ഹൗ എന്നുള്ളതിന് എന്ത് പറയും എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതിന് ശേഷമാണ് എങ്ങനെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാമെന്ന് പഠിച്ചത്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് എന്തില്ല, ആ ഒരു കാര്യത്തിൻ്റെ ആവശ്യമല്ല, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമല്ല. കാരണം ഇവിടെ എന്തില്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഉണ്ടാക്കി തുടങ്ങാം. എങ്ങനെയാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ മുൻപ് നിങ്ങൾക്ക് ഞാനൊരു വേഫ്രാഗെ ഒന്നുകൂടെ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വാട്ട് ആർ യു ബൈയിങ്, ഈ ഒരു സെൻറ്റൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് വാട്ട് ആർ യു ബൈയിങ്, എന്താണ് താങ്കൾ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നീ വാങ്ങുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു WH ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഫോർമാറ്റ് അറിയാം. ആദ്യം എന്ത് ചെയ്യണം, വേഫ്രാഗെ എഴുതണം, പിന്നെ എന്ത് ചെയ്യണം, വെർബ് എഴുതണം, പിന്നെ സബ്ജക്റ്റ് എഴുതണം. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ജർമ്മനിൽ കൺവേർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ജർമ്മൻ വരും വാസ് കൗഫൻ സി, വാസ് കൗഫൻ സി. ഇത് ഇൻഫോർമൽ ആണെങ്കിൽ എങ്ങനെ വരും, വാസ് കൗഫ്സ്റ്റ് ദു. കാരണം സബ്ജക്റ്റ് ദു ആകുമ്പോൾ എന്ത് ചെയ്യും, കൗഫൻ കൗഫ്സ്റ്റ് ആയിട്ട് വരും. സോ വാട്ട് ആർ യു ബൈയിങ് എന്നുള്ളതിൻ്റെത് ഇപ്പോൾ ഇതൊക്കെ വന്നിരിക്കുന്നത് WH ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വേഫ്രാഗയുടെ എക്സാമ്പിളാണ്. ഇനി യാ ഓർഡർ 9 ആണ് വരുന്നതെങ്കിൽ എന്ത് ഡിഫറൻസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. വളരെ സിമ്പിളാണ്. കാരണം ഒരു യാ ഓർഡർ 9, ഇപ്പോൾ ഇതിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തരാം ഇംഗ്ലീഷിൽ. ആർ യു ബൈയിങ് എ കാർ? ഓക്കെ, കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താണ് യാ ഓർഡർ 9 അല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ആർ യു ബൈയിങ് എ കാർ എന്ന് പറയുന്നത്, താങ്കൾ അല്ലെങ്കിൽ നീ ഒരു കാർ വാങ്ങിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ഇതും വരുന്ന വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്. കാരണം ഇവിടെ എന്തില്ല, വേഫ്രാഗെ ഇല്ല. അത് നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ മതി. അതായത് നമ്മൾ വേഫ്രാഗെ പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഫസ്റ്റ് വേഫ്രാഗെ വരണം, പിന്നെ വെർബ് വരണം, പിന്നെ സബ്ജക്റ്റ് വരണം. ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനെയാണ്, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് പൊസിഷനിൽ എന്ത് ചെയ്യണം, ഇവിടെ വെർബ് വരണം. ഫസ്റ്റ് പൊസിഷനിൽ വരേണ്ടത് വെർബ്, സെക്കൻഡ് പൊസിഷനിൽ വരേണ്ടത് സബ്ജക്റ്റ്. ഇത്രേ നിങ്ങൾ എസ് ഓർ നോ ക്വസ്റ്റ്യന് പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ വേഫ്രാഗെ അതായത് WH ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഫോർമാറ്റ് പഠിച്ച ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം അവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒമിറ്റ് ചെയ്താൽ മതി. കാരണം ഇവിടെ എന്തില്ല, WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ല. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ വെർബിനെ കൊടുക്കുക, സെക്കൻഡ് പൊസിഷനിൽ സബ്ജക്റ്റിന് കൊടുക്കുക. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ആർ യു ബൈയിങ് എ കാർ, ഇതിൽ വെർബ് അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നതാണ് ബൈയിങ്, കൗഫൻ എന്ന് പറയുന്നത്.
അതുപോലെ ഇവിടുത്തെ സബ്ജക്റ്റ് ആണ് യു, താങ്കൾ അല്ലെങ്കിൽ നീ എന്ന് പറയുന്നത്. ഇനി കാർ എന്നുള്ള നൗൺ കൂടെ ഉണ്ട്. അപ്പൊ ഈ ഒരു സെന്റൻസ് എങ്ങനെ ജർമ്മനിൽ വരും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആർ യു ബൈയിങ് എ കാർ എന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ വെർബ് എഴുതുകയാണ്, കൗഫൻ എന്ന് പറയുന്ന വെർബ്, കൗഫൻ. ഇനി സെക്കൻഡ് സബ്ജക്റ്റ് എഴുതി സി. ഇനി നമുക്ക് എഴുതാൻ ബാക്കി ഒരാളേ ഉള്ളൂ, കാർ. കൗഫൻ സി ഐൻ ഔട്ടോ. ഇതാണ് ജർമ്മനിൽ വരിക, കൗഫൻ സി ഐൻ ഔട്ടോ. നേരെ മറിച്ച് ഇത് ഇൻഫോർമൽ രീതിയിൽ, അതായത് ദു ഫോർമാറ്റിലാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ എഴുതും കൗഫ്സ്റ്റ് ദു ഐൻ ഔട്ടോ, കൗഫ്സ്റ്റ് ദു ഐൻ ഔട്ടോ. അപ്പൊ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത് വെർബ്, പിന്നെ വന്നിരിക്കുന്നത് സബ്ജക്റ്റ്, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ചോദ്യത്തിൽ. അപ്പൊ ആർ യു ബൈയിങ് എ കാർ, താങ്കൾ ഒരു കാർ വാങ്ങിക്കുന്നുണ്ടോ എന്നുള്ള ആദ്യം ചോദിച്ചു, പിന്നെ താങ്കൾ ആഡ് ചെയ്തു. ഓക്കെ. അപ്പൊ ഇതാണ് ജർമ്മനിൽ യാ ഓർഡർ 9 അല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോഴുള്ള റൂൾ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പൊ ഇനി ഫർദർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കമ്പാരിസൺ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എങ്ങനെ വേഫ്രാഗെ അതുപോലെ യാ ഓർഡർ 9 ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ പെട്ടെന്ന് ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം, എങ്ങനെ ഈസി ആയിട്ട് ജർമ്മനിൽ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ശേഷം പറഞ്ഞുതരാം. ജർമ്മനിൽ അപ്പോൾ വേഫ്രാഗെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, യാ ഓർഡർ 9 ഫ്രാഗെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുക. വേഫ്രാഗെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പൊസിഷനിൽ വേഫ്രാഗെ, സെക്കൻഡ് പൊസിഷനിൽ വെർബ്, തേർഡ് പൊസിഷനിൽ സബ്ജക്റ്റ്. അത് യാ ഓർഡർ 9 വരുന്ന സമയത്ത് ആ വേഫ്രാഗെ എന്നുള്ള സ്റ്റെപ്പ് ഒഴിവാക്കുക. അതായത് ഫസ്റ്റ് പൊസിഷനിൽ വെർബ്, സെക്കൻഡ് പൊസിഷനിൽ സബ്ജക്റ്റ് എന്നുള്ള പാറ്റേണിലാണ് വരിക. ഇനി ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, നിങ്ങൾ സിമ്പിളായിട്ട് മലയാളത്തിൽ ആലോചിച്ചാൽ മതി. ഏത് ചോദ്യം വരുന്ന സമയത്തും ഇപ്പോൾ അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, വെർബ് ഉണ്ടാവും. ഇപ്പോൾ WH വാക്ക്, അതായത് വേഫ്രാഗെ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത്, ആര് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ടാവും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഹൂ ഈസ് ദാറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫോം ചെയ്യണമെങ്കിൽ, ഹൂ ഈസ് ദാറ്റ്, ഇതിൽ നിങ്ങൾക്ക് അറിയേണ്ട ഇത്രയേ ഉള്ളൂ. ഹൂ എന്ന് പറയുന്ന വേഫ്രാഗെ അറിയണം, ഈസ് എന്ന് പറയുന്ന വെർബ് അറിയണം, ദാറ്റ് എന്നുള്ള സബ്ജക്റ്റ് അറിയണം. സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് വേർ ഇസ് ദാസ്. വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ എന്നുള്ള അർത്ഥം. ഓക്കെ. സോ വേർ ഇസ് ദാസ്. ഫസ്റ്റ് പൊസിഷനിൽ വേഫ്രാഗെ വന്നു, സെക്കൻഡ് പൊസിഷനിൽ വെർബ് വന്നു, തേർഡ് പൊസിഷനിൽ സബ്ജക്റ്റ് വന്നു. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് പൊസിഷനിൽ ആര് വരണം, വെർബ് വരണം, സെക്കൻഡ് പൊസിഷനിൽ സബ്ജക്റ്റ് വരണം. ഈ ഒരു ഫോർമാറ്റാണ് നിങ്ങൾ പഠിച്ചത്. ഇത് എങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് റിമൈൻഡ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് മലയാളത്തിൽ നിന്ന് ഡയറക്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഇപ്പോൾ താങ്കൾ കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ജർമ്മനിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ എഴുതരാം. താങ്കൾ കഴിച്ചോ. ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. താങ്കൾ കഴിച്ചോ എന്നുള്ളത് നിങ്ങൾ ഇത്ര ചെയ്യേണ്ടതുള്ളൂ. ഇതിൽ താങ്കളാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്, കഴിച്ചോ എന്നുള്ളതാണ് വെർബ്. ജർമ്മനിൽ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം വെർബ് ഫസ്റ്റ് വരണം, സബ്ജക്റ്റ് സെക്കൻഡ് വരണം. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങളിപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ഒരാളോട്, ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോട് ചോദിക്കുകയാണ് താങ്കൾ കഴിച്ചോ. അപ്പം നിങ്ങൾ ആലോചിക്കുക ജർമ്മനിൽ ഈ ചോദ്യം വരുന്ന സമയത്ത് ഞാൻ എങ്ങനെ ചോദിക്കണം, കഴിച്ചോ താങ്കൾ. കാരണം വെർബ് ഫസ്റ്റ് വരണം, പിന്നെ സബ്ജക്റ്റ് വരണം. അപ്പോൾ നിങ്ങളുടെ മോനോട് ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ജർമ്മനിൽ ആ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും, ചെയ്തോ ഹോംവർക്ക് എന്നായിരിക്കും വരുന്നത്. കാരണം വെർബ് ഫസ്റ്റ് വരും, പിന്നെ സബ്ജക്റ്റ് വരും. അപ്പോൾ ഈ ഒരു കണക്ഷൻ നിങ്ങൾ അവിടെ കൊടുക്കുക. അതായത് മലയാളത്തിൽ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജർമ്മനിൽ ഇത് വരുന്ന സമയത്ത് നേരെ തിരിച്ചായിരിക്കും എന്നുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾ കൊടുത്താൽ മതി. ഇപ്പോൾ വേറെ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ നീ കാലിക്കറ്റ് പോകുന്നുണ്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ജർമ്മനിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരിക, പോകുന്നുണ്ടോ എന്നുള്ള വെർബ് ആയിരിക്കും ആദ്യം വരിക, നീ എന്നുള്ള സബ്ജക്റ്റ് സെക്കൻഡ് വരും, പിന്നെയാണ് കാലിക്കറ്റ് വരിക. അതായത് നീ കാലിക്കറ്റ് പോകുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ജർമ്മനിൽ വരുന്ന സമയത്ത് പോകുന്നുണ്ടോ നീ കാലിക്കറ്റ് എന്നായിരിക്കും വരിക. അപ്പോൾ ആ ഒരു കണക്ഷൻ നിങ്ങൾ പഠിക്കുക. ആ കണക്ഷൻ നിങ്ങൾ ലൈഫിൽ എന്ത് ചെയ്യുക,
ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ഫണ്ണി ബേസിൽ നിങ്ങൾ പഠിക്കാൻ നോക്കുക. കാരണം ആ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ എന്താ പറയുക കറക്റ്റ് അല്ലെങ്കിലും നിങ്ങൾ ഓക്കെ ഇതിപ്പോൾ ലൈറ്റ് ഓൺ ആണോ, അപ്പോൾ നിങ്ങളത് ജർമ്മനിൽ ചോദിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഓൺ ആണോ എന്നുള്ള വാക്ക് ഫസ്റ്റ് വരണം, പിന്നെയാണ് ലൈറ്റ് വരിക എന്നുള്ള ഐഡിയ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ പറ്റും. സെയിം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വേഫ്രാഗയുടെ കേസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താണ് നീ കഴിച്ചത്, എന്താണ് നീ കഴിച്ചത്, ഈ ഒരു ക്വസ്റ്റ്യൻ ജർമ്മനിൽ ഫോം ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് എങ്ങനെ റിമൈൻഡ് ചെയ്യുക, നിങ്ങളിതിൻ്റെ പാറ്റേൺ ആലോചിക്കാം. എന്താണെന്നുള്ള വാക്ക് എന്തായാലും ഫസ്റ്റ് ആണ് വരിക, പിന്നെ നീ എന്നുള്ള വാക്കല്ല വരിക, കഴിച്ചോ നീ എന്നാണ് ജർമ്മനിൽ വരിക. കാരണം സെക്കൻഡ് പൊസിഷനിൽ വെർബും തേർഡാണ് സബ്ജക്റ്റ് വരിക. അപ്പം നിങ്ങൾ പോയിട്ട് എന്താണ് നീ കഴിച്ചതെന്ന് ഒരാളോട് ചോദിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ജർമ്മനിൽ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുക, എന്താണ് കഴിച്ചത് നീ എന്നായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പഠിക്കുന്നത്, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ജർമ്മനിൽ ചോദിക്കുമ്പോൾ എന്താവും, എന്താണ് പഠിക്കുന്നത് നീ എന്നുള്ള പാറ്റേണിലായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ജർമ്മനിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് വേഫ്രാഗെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വേഫ്രാഗെ ഫസ്റ്റ് വരണം, സെക്കൻഡ് വെർബ്, തേർഡ് സബ്ജക്റ്റ്. നേരെ മറിച്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വെർബിനെ ചേർക്കുക, സെക്കൻഡ് എന്ത് ചെയ്യുക, സബ്ജക്റ്റ് ചേർക്കുക. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് തുടങ്ങുക. അതായത് നിങ്ങൾ ഡെയിലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ജർമ്മനിൽ വരുന്ന സമയത്ത് വെർബ് ഇവിടെ ആണല്ലോ, ആ ഒരു പാറ്റേണിൽ മലയാളത്തിനൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാലും താങ്കൾ കഴിച്ചോ. അപ്പോൾ നിങ്ങൾക്കറിയാം താങ്കൾ എന്നുള്ളതിൻ്റെ ജർമ്മനാണ് സി എന്ന് പറയുന്നത്, കഴിച്ചോ എന്നുള്ള വെർബാണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ജർമ്മനിൽ വരുന്ന സമയത്ത് കഴിച്ചോ താങ്കൾ എന്നാണ് വരിക. അപ്പോൾ എന്ത് ചെയ്യും, കഴിച്ചോ എന്നുള്ളത് ഇവിടെ വരണം, താങ്കൾ ഇവിടെ വരണം. സോ ജർമ്മനിൽ വരുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ എസ് എൻ സി താങ്കൾ കഴിച്ചോ ഇതായിരിക്കും വരിക. താങ്കൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നാകുമ്പോൾ എന്താവും, എസ് എൻ സി ഫ്രിസ്റ്റൂക്ക്. അപ്പോൾ ഈ ഒരു എന്താ പറയുക ടെക്നിക്ക് വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ മലയാളത്തിൽ ചോദിക്കുകയാണെങ്കിൽ ജർമ്മൻ പഠിച്ചോ, ജർമ്മൻ പഠിച്ചോ, ഈ ഒരു ചോദ്യമാണ് എന്ന് വിചാരിക്കാം. ഇത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ജർമ്മനിൽ ഫോം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാവും, വെർബ് ഫസ്റ്റും സബ്ജക്റ്റ് സെക്കൻഡ്, അതായത് പഠിച്ചോ താങ്കൾ ജർമ്മൻ ആവും. ഓക്കെ, ഇവിടെ ഞാൻ ആ താങ്കൾ അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, താങ്കൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്കൾ ജർമ്മൻ പഠിച്ചോ എന്നുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, പഠിച്ചോ എന്നുള്ള ഓക്കെ പഠിച്ചോ എന്നുള്ള വെർബ് ലേണൻ ആദ്യം ചേർത്തു. ഇനി താങ്കൾ സി ജർമ്മൻ ഡോയ്ഷ്, ലേണൻ സി ഡോയ്ഷ്. ആർ യു സ്റ്റഡിങ് ജർമ്മൻ, താങ്കൾ ജർമ്മൻ പഠിച്ചോ എന്നല്ല പഠിക്കുന്നോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ മെയിൻലി മനസ്സിലാക്കേണ്ട ഒരു ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വെക്കുക. വേഫ്രാഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആര് ഫസ്റ്റ് വരണം, പിന്നെ ആര് വരണം, പിന്നെ ആര് വരണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആര് ഫസ്റ്റ് പിന്നെ ആര് വരണം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട പാറ്റേൺ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. ആ ഫോർമാറ്റൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ചോദിക്കുന്ന മലയാളം ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഫോർമാറ്റ്, അതായത് ആദ്യം വെർബും പിന്നെ സബ്ജക്റ്റ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫണ്ണി മെത്തേഡിൽ ചോദിച്ചു നോക്കുക. എന്നിട്ട് അത് ജർമ്മനിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മേക്കിംഗ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ ക്വസ്റ്റ്യൻ മെത്തേഡിൽ ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് ഇതായിരുന്നു, ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്നത് എങ്ങനെ. അപ്പോൾ ക്വസ്റ്റ്യൻ മേക്കിംഗ് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ പറയുന്ന എനിക്കും കാണുന്ന നിങ്ങൾക്കും അറിയാം. അപ്പോൾ അത് ആ ഒരു സീരിയസ്നെസ് എടുത്തിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡൊക്കെ ഒന്ന് വെച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്ത 3 ടോപ്പിക്സ് ആണ്. ഫസ്റ്റിലേത് പൊസസീവ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്, പൊസസീവ് ആർട്ടിക്കിൾ. നെക്സ്റ്റ് എടുത്ത ടോപ്പിക് ആയിരുന്നു ക്വസ്റ്റ്യൻ മേക്കിങ്ങിലെ വേഫ്രാഗെ എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എടുത്ത ടോപ്പിക്കാണ് യാ ഓർഡർ 9 അല്ലെങ്കിൽ
യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫോം ചെയ്യാന്നുള്ള ടോപ്പിക്. അപ്പോൾ ഇതിൻ്റെ റെലവൻസ് അതുപോലെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത് സെൻറ്റൻസ് ഫോർമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ചെയിൻ ആയിട്ടാണ് ഈ ടോപ്പിക്സ് വന്നത്. കാരണം സെൻറ്റൻസ് ഫോർമേഷനിൽ നിങ്ങൾ കോൺജുഗേഷനും സബ്ജക്ട്സും വെർബൊക്കെ പഠിച്ചെടുത്ത് പൊസസീവ് ആർട്ടിക്കിൾ കൂടെ വരുമ്പോൾ എന്ത് ചെയ്യും, ആ സെൻറ്റൻസ് ഒന്നുകൂടെ എലോങ്ങേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഉറങ്ങുന്നതിന് മുൻപ് സെൻറ്റൻസ് മാത്രമല്ല പറയാം, നിങ്ങൾ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഭാഷ പഠിക്കുന്ന സമയത്തും, ജർമ്മൻ മാത്രമല്ല ഏത് ഭാഷ പഠിക്കുമ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അറിയണം. ഇപ്പോൾ ജർമ്മൻ്റെ കേസിൽ അത് ഭയങ്കര ഈസിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, വേഫ്രാഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുക. ആദ്യം ആര് വരണം, പിന്നെ ആര് വരണം, തേർഡ് ആര് വരണം എന്നുള്ളത്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിലും വേഫ്രാഗ് പഠിച്ച ഒരാൾക്ക് എസ് ഓർ നോ ക്വസ്റ്റ്യൻ പഠിക്കാൻ തീരെ ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു മലയാളമായിട്ട് ഇതെങ്ങനെ കമ്പയർ ചെയ്യുക. അതായത് ഒരു ചോദ്യം നിങ്ങൾ മലയാളത്തിൽ ചോദിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ ഞാൻ ജർമ്മനിൽ ചോദിക്കുമ്പോൾ ഇന്ന ആളാണ് ഫസ്റ്റ് വരേണ്ടത്, ഇന്ന വാക്ക് സെക്കൻഡ് വരണം എന്നൊന്ന് ഫണ്ണി മെത്തേഡിൽ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിൽ പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അങ്ങനെ പഠിച്ച ഒരാളാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്കും ആ ഒരു ടെക്നിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തിനാ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഫോർമേഷനും അതുപോലെ ക്വസ്റ്റ്യൻ മേക്കിങ്ങും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രോപ്പർലി നിങ്ങൾ റിവിഷൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസും അതുപോലെ സെൻറ്റൻസ് ഒക്കെ ഫോം ചെയ്തിട്ട് കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കറക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് പഠിച്ച ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, സെൻറ്റൻസും അതുപോലെ ക്വസ്റ്റ്യൻ മേക്കിങ്ങും പൊസസീവ് ആർട്ടിക്കിളൊക്കെ വെച്ചിട്ട് ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കുക. അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത്. സോ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക.